എടി നോക്ക്, അവളല്ലേ ആദ്യം പോയത്? ആ ആദ്യം തോന്നുന്നു. ആ ഇച്ചാപ്പി തന്നെ അല്ലേ? വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കോ? ഇല്ല, ഞാൻ വിളിക്കുന്നത് കേട്ടതാ, ഇച്ചാപ്പി കമ്മ്. അപ്പൊ അവള് തന്നെയാവും. മേ ബി അവളല്ലെങ്കിലോ? അല്ലെങ്കിൽ നീ പെട്ടു. വേറെ എന്താപ്പോ? ഒന്ന് പോടി നീ ഇവിടുന്ന്. ഞാനെങ്ങനെ പെടാ? മോളെ, നീയാണ് അവിടെ കൊണ്ട് വെച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ. അതിപ്പോ ആര് പോയാലും ഞാനാണ് വെച്ചെന്ന് അറിഞ്ഞ പ്രശ്നമല്ലോ. അതിന് വെച്ചത് കണ്ണാപ്പിയല്ലേ? ആ കണ്ണാപ്പി വിശ്വസിക്കാൻ കൊള്ളില്ല. നീ ഒന്ന് പോയെ. അവൻ എനിക്ക് ട്രസ്റ്റ് ഉണ്ട്. അവന് വേണ്ടി എന്തും ചെയ്യുന്നവനാ. അവന് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അതൊക്കെ വേണ്ടി വെറും തോന്നലാ. അവനെ 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ സ്വഭാവം. ഏത് നിമിഷവും കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടേക്കും. നീ ഒന്ന് പോയിക്കേ. നമ്മൾ എന്തായാലും പെടാൻ പോകുന്നില്ല. ഇച്ചാപ്പിയുടെ കഥ ഇന്ന് തീരും. ഇതിൽ കുറച്ച് ഡേഞ്ചറസ് അല്ലേ? അതെങ്ങനെ ഓവർ ബ്ലാസ്റ്റ് ആയാൽ ഇച്ചാപ്പി മുഴുവനായിട്ട് കരിഞ്ഞു പോകും. ഓവർ ബ്ലാസ്റ്റ് ഒന്നും ആവില്ല, ജസ്റ്റ് ഒരു പൊട്ടിത്തെറിക്കും. എടി, അതിന്റെ ക്വാണ്ടിറ്റി കൂടിയ മുഴുവൻ പൊട്ടിത്തെറിക്കും. അവക്ക് വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ ശരീരം മുഴുവൻ പൊള്ളലേക്കും. ഇല്ലടി, അങ്ങനെ പൊള്ളലേക്കാണെങ്കിൽ എന്നെ ഏൽക്കട്ടെ. എടി, നീ എന്തൊരു മനുഷ്യത്തിയാടി. നിനക്ക് മനുഷ്യത്വം പറഞ്ഞ സാധനം ഇല്ലല്ലോ. ഇങ്ങനെ പോയാൽ നീ എന്നെയും കൊല്ലൂ. നീ പോടി. അതെ, ചെറുതായിട്ടൊന്ന് ബ്ലാസ്റ്റ് ചെയ്യും. അവളൊന്ന് പേടിക്കും. അവളുടെ കൈ ഒന്ന് ചെറുതായി പൊള്ളും. എനിക്ക് അത്രയൊക്കെ മതി. പിന്നെ മുഴുവനായിട്ട് പൊള്ളിയാലും ഈ ക്ലാരിക്കല് പ്രശ്നമൊന്നുമില്ല. എടി ക്ലാരെ, അവൾ നിന്റെ റിലേറ്റീവിൽ ഒന്നില്ലെങ്കിലും നിനക്കെന്താ അവളോട് ഇത്തിരി പോലും മനസാക്ഷി ഇല്ലാത്തത്? നീ ഇപ്പൊ എന്റെ മനസാക്ഷിയുടെ തൂക്കമിളക്കാൻ നടക്കാണോ? അല്ലടി, ഒരു നേരത്തെ നീ എന്നെ ഇങ്ങനെ ചെയ്താലോ? എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. ബട്ട് എന്നെ വേർപ്പിച്ചാൽ എടാ, ഇവന്മാർ എന്തായി പറയുന്നേ? ഏത് കുട്ടിയാ ഈ പിള്ളേർ കൊല്ലാൻ ശ്രമിക്കുന്നേ? നമുക്ക് മാറി നിന്ന് കേൾക്കാം, അത് നല്ലത്. ഇച്ചാപ്പി, ആ ബ്ലാസ്റ്റിംഗ് സൊല്യൂഷൻ സയൻസ് ലാബിൽ നിന്ന് അതിലേക്ക് ഒഴിക്കുമ്പോഴായിരിക്കും ആ പൊട്ടിത്തിരി സംഭവിക്കാൻ പോകുന്നത്. അയ്യോ കുട്ടി, എഴുന്നേക്ക്. അയ്യോ, എന്റെ ബോധം. കുട്ടി കുട്ടി എഴുന്നേക്ക്. കുട്ടി, ഇച്ചാപ്പി എഴുന്നേക്ക്. ഞാൻ ചത്തുപോ. കുട്ടി എഴുന്നേക്ക്. മാഡം 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 വരൂ. വാട്ട് ഹാപ്പൻഡ്? അവിടെ എന്ത് തീ കത്തുന്നേ? അത് മാഡം. പറയടാ, അവിടെ എന്ത് തീ കത്തുന്നേ? പറ ബി, എന്താ അവിടെ തീ കത്തുന്നേ? അത് ഞാൻ പറയാം മാം. നീ തന്നെയാ പറയേണ്ടത്. നിന്നെ അല്ലേ ഞാൻ ലാബ് നോക്കാൻ ഏൽപ്പിച്ചിരുന്നേ? നീയല്ലേ സ്കൂളിലെ ലീഡർ. നിനക്ക് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി ഇല്ലേ? അത് പിന്നെ മാം. അർജുൻ, നിന്നെ എനിക്ക് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ രക്ഷിച്ചത് അബിയ. മാം, എന്താ സംഭവിച്ചെന്ന് പറയാൻ സമ്മതിക്കോ? എന്തെന്ന് പറയുന്നാൽ? അയ്യോ, ഈ കുട്ടിക്ക് എന്ത് പറ്റി? ഈ കുട്ടിയുടെ ദേഹത്തേക്ക് തീ വീണോ? അത് എനിക്കറിയില്ല. അത് പൊട്ടിയപ്പോഴേക്കും അവളെ പിടിച്ചു മാറ്റിയിരുന്നു. പിന്നെ എന്താ കുട്ടിയുടെ ബോധം പോയിരിക്കുന്നേ? അത് എനിക്കറിയില്ല മാം. ഞങ്ങളുടെ തെറ്റ് തന്നെയാ. ഞങ്ങൾ ലാബ് ശരിക്കും നോക്കിയില്ല. ലാബിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു ഞങ്ങൾ നോക്കിയില്ല. അത് ഞങ്ങളുടെ തെറ്റ് തന്നെയാ. ബട്ട് ഇതിങ്ങനെ ചെയ്തു വെച്ചാൽ ഞങ്ങളല്ല. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ? മാം, ഞങ്ങളല്ല. ഞങ്ങൾക്ക് എന്താ കുട്ടിയോട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം? ഇവിടെ ടീച്ചേഴ്സ് ഇപ്പൊ കുറവാ. എല്ലാവർക്കും ഓരോ ക്യാമ്പിന് പോകാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ എക്സാമിനേഷൻ ചെയ്യാനൊക്കെ ഏൽപ്പിച്ചത്. ബട്ട് നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? നമ്മുടെ സ്കൂൾ സമാധാനം പറയണ്ടേ? ഇപ്പൊ ഒന്നും പറ്റില്ലല്ലോ മാം. മാം, എന്റെ തെറ്റ് തന്നെയാണ്. ഞാൻ ശരിക്കും നോക്കിയില്ല. താങ്ക് യു അബി. ഈ കുട്ടി എന്താ എഴുന്നേക്കത്ത്? ഇച്ചാപ്പി, മോളെ ഇച്ചാപ്പി, എന്ത് വാടാ അർജുൻ നോക്കി നിൽക്കുന്നേ? അവിടെ പോയി വെള്ളം എടുത്തോണ്ട് വാ. കുട്ടി കുട്ടി ഓക്കെ അല്ലേ? കുട്ടി ചോദിക്കുന്നത് കണ്ടില്ലേ? അന്ന് പറഞ്ഞു കൊടുക്ക്. അത് പിന്നെ എന്റെ കസിനോ നിന്റെ ആരോ ആ ക്ലേറ നിനക്കിട്ട് വെച്ച പണിയാ. കോച്ചിങ് കാസ്റ്ററിന് പകരം പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കൊണ്ടുവച്ചു. അതാ ഉണ്ടായത്. ചത്ത നീ ഇങ്ങനെ നിക്കോ പെണ്ണേ? അത് ശരിയല്ലേ, ചത്ത ഇങ്ങനെ പല പോലെ നിക്കത്തില്ലല്ലോ. അതാ പറഞ്ഞേ. ഏതാ കുട്ടികളെ? എന്താ കുട്ടികളെ കാണിച്ചേ? അത് വേണം മാഡം. അത് വേണം. ഇങ്ങനെ കൊല്ലാൻ നോക്കാമെന്ന് മാത്രം നമ്മുടെ സ്കൂളിലെ കുട്ടികൾ വളർന്നോ? എന്ത് ലോകമാണിത്? എങ്ങാനും ഇവ അതിലേക്ക് ഒഴിച്ച് ക്വാണ്ടിറ്റി കൂടുതലായിരുന്നെങ്കിൽ സയൻസ് ലാബ് മൊത്തത്തിൽ കത്തിക്കാവുന്നതിനെ. ഇതിന്റെ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അപകടം പറ്റിയേനെ. അതിനൊക്കെ ആ കുട്ടി സമാധാനം പറയേണ്ടി വന്നേനെ. ഇതിപ്പോ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവരുടെ സംഭാഷണം കേട്ടതുകൊണ്ടാ. അല്ലെങ്കിൽ ഇപ്പോ ഇച്ചപ്പ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ശത്രുതയുണ്ടോ കുട്ടികൾ? വീട്ടിലേക്ക് വിളിക്കട്ടെ, അല്ലാതെ ശരിയാവില്ല. നിങ്ങൾ അതൊരു ദ്രോഹിയാ. മോളെ, എന്നെ കുറിച്ച് ഇങ്ങനെ പറയരുത്. നിങ്ങൾ ഞാൻ ടോർച്ചർ ചെയ്ത് വിഷമിപ്പിക്കും. ഞാൻ അന്ന് അനുഭവിച്ച എല്ലാ വിഷമവും നിങ്ങൾ ഇന്ന് അനുഭവിക്കണം. എന്താ മോളെ ഇത്? നിനക്ക് എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം? ഏട്ടത്തി, നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തെ മുഖ്യം, ഞാനല്ല. അതെനിക്ക് എന്റെ കാര്യമോൾ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായത്. മോളെ, കുട്ടികൾ പെരുമാറുന്ന പോലെ എന്റെ അടുത്ത് നീ പെരുമാറില്ലേ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതെനിക്ക് സഹിക്കാവുന്നതും ഏതപ്പുറമാണ്. പ്ലീസ് മോളെ, ഇനി അങ്ങനെയൊന്നും പറയില്ലേ. പിന്നെ എന്തിനാ ഏട്ടത്തി നിങ്ങളുടെ മക്കൾ എന്റെ മോളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്ത് ഉപദ്രവം? അങ്ങോട്ടും ഇങ്ങോട്ടും അവ ഇന്ന് വരെ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ നാത്തൂനെ നീ ഇല്ലാത്ത ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നാത്തൂനെ, ഇങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിനക്ക് എന്താ ലാഭം? എനിക്ക് എന്ത് ലാഭം എന്നാ നിങ്ങൾക്ക്? എനിക്കൊരു ലാഭമില്ല. എന്നെ നിങ്ങളൊന്ന് ഒറ്റപ്പെടുത്തതിന് നിങ്ങൾ ഒക്കെ അനുഭവിക്കണം. ഒരിക്കലും പിന്നെ എന്നെ നിങ്ങൾ അതുപോലെ ഒറ്റപ്പെടുത്താൻ പാടില്ല. അതിന് വേണ്ടിയോ ഞാൻ നിങ്ങളെ ഇങ്ങനെ കുത്തി നോവിക്കുന്നേ? ഞാൻ നിന്നെ എന്റെ സ്വന്തം അനിയത്തെ പോലെ സ്നേഹിച്ചത് നീ എന്റെ മോളെ മനസ്സിലാക്കാത്തത്.
അനിയത്തി പോലെയല്ലേ സ്നേഹിച്ചത്. എനിക്കത് ഉറപ്പാ. നിങ്ങൾക്ക് ഞാൻ വെറും നാത്തു മാത്രമാ. എനിക്ക് എന്തായാലും നിങ്ങളോട് ഒരു ചേച്ചിയോടുള്ള സ്നേഹമില്ല. ഇതാണോ ക്ലെയർ താമസിക്കുന്ന വീട്? അതെ. നിങ്ങൾ ആരാ? പ്രിൻസിപ്പൽ മാഡോ, വരൂ. ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. പ്രിൻസിപ്പളോ? അതെ, പ്രിൻസിപ്പൾ. അങ്ങനെ ക്ലെയറുടെ അമ്മ ഞാനാ. നിങ്ങൾ കുട്ടി ആര് കൊള്ളാലോ. എന്താ മാഡം, എന്താ ഉണ്ടായത്? നിങ്ങൾക്കൊന്നും അറിയില്ലേ? എനിക്ക് തോന്നുന്നത് നിങ്ങളും കൂടി കൂട്ടി നിന്നിട്ടാ. ആ രീതിക്കാ എനിക്ക് കുട്ടികളുടെ കയ്യിൽ മറുപടി കിട്ടിയത്. നിങ്ങളുടെ മോള് സ്കൂളിൽ ഒരു പണി നന്നായിട്ട് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെ പണിയെ മോള് ഒപ്പിച്ചു വെച്ചിരിക്കുന്നേ. ഇതിനെ അവൾക്ക് ജയിലിൽ പോവാം, ഒപ്പം അവളുടെ മമ്മിക്കും. എന്താ മാഡം, എന്താ പ്രശ്നം? പ്രശ്നം എന്താണോ? നിങ്ങളെ കുട്ടി ഒരു കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു. ആരെ കൊല്ലാൻ ശ്രമിച്ചു? ആരെയെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങളുടെ കുടുംബത്തിൽ കലഹം ഉണ്ടാവും. അതിപ്പോ ഞാൻ പറയാൻ പോവാ. എന്താ മാഡം, എന്താ പറയട്ടെ? നിങ്ങളുടെ കുട്ടി സയൻസ് ലാബിൽ തീ വെച്ചു, ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടി. അയ്യോ, സയൻസ് ലാബിൽ തീ വെച്ചെന്നോ? ഏത് കുട്ടിയെ കൊല്ലാൻ? കുട്ടിയെ കൊല്ലാനല്ല, കുട്ടിയെ പൊള്ളലേൽപ്പിക്കാനാണ് ശ്രമിച്ചത്. പൊള്ളലേൽപ്പിക്കാനോ? എന്നിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ആ കുട്ടിക്ക് എന്ത് പറ്റി? ആ കുട്ടി എവിടെയുണ്ട്? സ്കൂളിൽ ഞാൻ കുറച്ച് കുട്ടികളെ നിയമിച്ചിരുന്നു ഈ കുട്ടികൾ എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കാനായിട്ട്. അങ്ങനെയുള്ള 2 ലീഡേഴ്സാ കണ്ടുപിടിച്ചത് ഇവൾ ഇങ്ങനെ ഒരു പണി വെച്ചിട്ടുള്ളത്. കറക്റ്റ് സമയത്ത് തന്നെ അവർ വന്ന കുട്ടിയെ രക്ഷിച്ചു. അതുകൊണ്ട് ആ കുട്ടി ബാക്കിയുണ്ട്. ഇനി ആ കുട്ടി ആരാന്ന് കൂടി ഞാൻ പറയാം. അയ്യോ മാഡം, ഇത് കേസാക്കൽ. കുട്ടി ആരെന്ന് ഞാൻ പറയട്ടെ, എന്നിട്ട് പറയാം കേസ് വേണോ വേണ്ടെന്ന്. ആരാ മാഡം കുട്ടി? ഏതെങ്കിലും പൈസക്കാരെ വിറ്റ കുട്ടിയാണോ? നിങ്ങൾക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, പൈസക്കാരെ വിറ്റിയാണോ അല്ലാണെന്ന്. ഏത് വീട്ടിലായാലും കുട്ടി ഒരു മനുഷ്യനാ എന്ന് പറ മാഡം. ആരുടെ കുട്ടിയാണ്? കുട്ടിയുടെ പേരെന്താ? കുട്ടിക്ക് എങ്ങനെയുണ്ട്? എന്നാ നിങ്ങൾ കേട്ടോ, ആ കുട്ടിയുടെ പേര് കേട്ട് എന്നെ ആരും ഒന്നും പറയരുത്. ഇനി എന്നോട് കേസ് കൊടുക്കാനും പറയരുത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ കുടുംബക്കാർ തമ്മിൽ തീർത്തോണം എല്ലാതും. മാഡം ഏതാ കുട്ടി? അത് മാത്രം പറഞ്ഞാൽ മതി. ഇച്ചാപ്പി.